Hello guys, welcome to PSC Mania. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷനിലെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് ആണ്. അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ആൻഡ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ. താഴോട്ടുള്ള ഏത് പോർഷൻസ് ചെയ്യണമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ടോപ്പിക്ക് പക്കയായിട്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മെയിനായിട്ട് പ്രീവിയസ് ഇയർ, മെയിനല്ല ഫുള്ളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ബേസ് തൊട്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നും മനസ്സിലാവും. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കിട്ടും. അപ്പം വേറെ ബുക്കുകളും റെഫർ ചെയ്ത് ഗൂഗിളും റെഫർ ചെയ്ത് എല്ലാ വീഡിയോസും ചെന്ന് കണ്ടിരുന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. 2007 മുതലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. ഇത് ഇപ്പം LD ക്ലർക്കിന് ചോദിച്ചിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഫയർ വുമൺ, എക്സൈസ് ഇൻസ്പെക്ടർ, SI, എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ സെക്ഷനാണിത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് ആൻസർ കിട്ടുമെങ്കിൽ അത് കറക്റ്റാണോ എന്ന് നോക്കാം. അത് കിട്ടിയില്ല എങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, അതുപോലെ ഇനി ഞാൻ കൂടുതൽ ഈ ഒരു ടോപ്പിക്സ്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കും, അതായത് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുടെ പ്രത്യേക ഒരു സെക്ഷനുണ്ട്, അതും പിന്നെ ഇംഗ്ലീഷും മലയാളമാണ് ഞാൻ മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനിലോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ബേസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കുറച്ചൊക്കെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഫുള്ളി മനസ്സിലാവുമെന്ന് വിചാരിക്കേണ്ട. ഈ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനുശേഷം അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ നമ്പേഴ്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസും ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പരിചയപ്പെടും. അതിനുശേഷം നമ്മൾ അതിൻ്റെ കുറിച്ച് കുറേ ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഓരോ ടൈപ്പ്, ഇപ്പം നമുക്ക് ഈ ഒരു സെക്ഷനിൽ 9 ടൈപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഇപ്പം ഈ വീഡിയോയിൽ ഇല്ല എങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിലും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫുള്ളി 100 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ. നമുക്ക് ആദ്യമേ നമ്പേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ്. നാച്ചുറൽ നമ്പേഴ്സാണ് നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. നിസർഗ സംഖ്യകൾ ഏതൊക്കെയാണ്? സാധാരണ 1, 2, 3, 4, 0 വരത്തില്ല. 1, 2, 3, 4 ആയിരിക്കും നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്താണ്? ഹോൾ നമ്പേഴ്സിൻ്റെ മലയാളം എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ എന്നാണ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0യും കൂടെ വരുന്നു, ഹോള് 0 വരുന്നു അല്ലേ. അപ്പം ഹോൾ നമ്പർ 0, 1, 2, 3 എക്സെട്ര അങ്ങനെ മുമ്പോട്ട് പോകും. നെഗറ്റീവ് സയൻസ് ഒന്നും വരത്തില്ല. ഇനി ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ അറിയാലോ, 2, 4, 6, 8 അങ്ങനെ പോകുന്നതാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7 അങ്ങനെ പോകുന്നതൊക്കെയാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയാണ് ഇൻറ്റീജേഴ്സ്. എന്താണ് ഇൻറ്റീജേഴ്സ്? പൂർണ്ണ സംഖ്യകൾ എന്ന് പറയും അല്ലേ. അപ്പം നെഗറ്റീവും 0യും അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും, നമുക്ക് ഉള്ള എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ്, പൂർണ്ണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്താണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, അഥവാ അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13 അങ്ങനെ പോകുന്നതാണ്. എന്ന് വെച്ചാൽ ആ നമ്പേഴ്സിനെ അത് വെച്ച് മാത്രമേ നമുക്ക് അതോ അല്ലെങ്കിൽ 1 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഹരിക്കാൻ പറ്റാത്ത നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ഈ അഭാജ്യ സംഖ്യകളെല്ലാം 100 വരെയുള്ള അഭാജ്യ സംഖ്യകളെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇത് കണ്ടുപിടിക്കാൻ, ഇത് 50നും 100നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളൊന്നും ചോദിക്കാം, 1നും 100നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് ചോദിക്കാം. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഭാജ്യസംഖ്യകൾ. എന്താണ് ഭാജ്യസംഖ്യകൾ? അഭാജ്യമല്ലാത്ത എല്ലാ നമ്പറുകളും എന്താണ്?
ഭാജ്യസംഖ്യകളാണ് അല്ലേ. അത് നോക്കുക 4, 6, 8, 9, 10 അതൊക്കെ എന്താണ് ഭാജ്യസംഖ്യകളാണ്. ഇനി അടുത്താണ് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ ഉറപ്പായിട്ട് സ്ക്വയേഴ്സൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഇതിൻ്റെ ബേസിക്സ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കുറേ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ നോക്കുക, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ പോയി 10ൻ്റെ സ്ക്വയർ 100, അങ്ങനെ മുമ്പോട്ട് കുറച്ച് ഒരു 15 സ്ക്വയർ വരെയെങ്കിലും നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് മെൻ്റൽ എബിലിറ്റിയിലായാലും ഒക്കെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ, പെട്ടെന്ന് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനും ഓഡ് വൺ ഔട്ടിനും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ക്യൂബ് നമ്പേഴ്സ്. ക്യൂബ് നമ്പേഴ്സിനാണ് ഘനസംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ. ക്യൂബ് നമ്പേഴ്സ് എന്താണ്? 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, അങ്ങനെ 10ൻ്റെ ക്യൂബ് 1000 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ അതും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട സാധനമാണ്. ഒരു 10, 12 വരെയെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. അടുത്തതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് അഥവാ അനഘസംഖ്യകൾ. അനഘസംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അതങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. 6, 28, 496, 6, 28, 496 ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓഡ് വൺ ഔട്ടിനകത്തൊക്കെ ബാക്കി ഇതിൻ്റെ കൂടെ ഏതെങ്കിലും നമ്പർ ഇട്ട് തന്നിട്ട് പറയും അതിലെ ഓഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഏതായിരിക്കും? ഇത് അല്ലാതെ വരുന്ന സംഖ്യ ആയിരിക്കും ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ ഏതൊക്കെയാണ്? 6, 28, 496 ആണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രാമാനുജൻ നമ്പർ. എന്താണ് രാമാനുജൻ നമ്പർ? 1729, അതായത് 1729 എന്തെന്ന് പറയുന്നത്? രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം കൂടെ ചേർത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഇതിൽ ഏതാണ് ആദ്യമേ ചെയ്യേണ്ടതെന്നല്ലേ. അപ്പം ഈ ഒരു കോഡ് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ഡൗട്ട് അങ്ങ് മാറിക്കിട്ടും. ബോർഡ് മാസ്. എന്താണ് ബോർഡ് മാസ്? ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് അതിനകത്ത് ബ്രാക്കറ്റ് വരുന്നു, ഡിവിഷൻ വരുന്നു, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ എല്ലാം കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ബോർഡ് മാസ് എന്ന കോഡ് വെച്ചിട്ട് ആദ്യമേ ബി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് തന്നെ നമ്മൾ പലതരത്തിലുള്ള ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. സാധാരണ സി ബ്രാക്കറ്റ് ഉണ്ട്, കേർലി ബ്രാക്കറ്റ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഏത് ബ്രാക്കറ്റാണ്? സി ബ്രാക്കറ്റാണ് ആദ്യമേ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സി ബ്രാക്കറ്റിനകത്ത് വരുന്ന ഏതൊരു നമ്പർ വന്നാലും അതിനെ ആദ്യമേ മൾട്ടിപ്ലൈയോ ഡിവിഡ് എന്ന് വെച്ചാൽ ചെയ്യുക. ഇനി അതിനുശേഷം കേർലി ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സ്ക്വയർ നമ്മൾ അവസാനമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പം ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലംസ്, ഇനി ബ്രാക്കറ്റിനകത്ത് തന്നെ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം വരും അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് ഇനി ഏതാണ് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിനുശേഷം വരുന്ന ഓഫ് എന്ന് ഇപ്പം 4/3 ഓഫ് 5 എന്നും എല്ലാം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ചെയ്യേണ്ടത് ഓഫ് ആയിരിക്കും അല്ലേ. ഓഫിൻ്റെ മീനിങ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് തന്നെയാണ്, ഇൻറ്റു എന്ന് തന്നെയാണ് ഓഫിൻ്റെ മീനിങ്. അത് അതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. ഡിവിഷൻ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം അഡിഷൻ ചെയ്യുക, അതിനുശേഷം സബ്ട്രാക്ഷൻ ചെയ്യുക. അഡിഷനും സബ്ട്രാക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. പക്ഷേ എളുപ്പത്തിൽ പെട്ടെന്ന് ആൻസർ, നമുക്ക് ഡൗട്ടില്ലാതെ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നത് ഈ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. SI എക്സാമിന്, പോലീസിൻ്റെ SI എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന പോർഷനിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. 1668 പ്ലസ് 8756 മൈനസ് 2817. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ജനറലായിട്ട് കുറേ പേർക്ക് ചെയ്യാൻ അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞു തരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ പറഞ്ഞു പോകാം. അത് ആഡിഷനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? സൈഡിൽ ഇപ്പം ഇത് വരുന്നത് കൊണ്ട് നമുക്കറിയാം ആദ്യമേ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം എന്നറിയാം. പക്ഷേ ഇതിപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്കത് ചെയ്യാനുണ്ട്. അതൊക്കെ വരുന്നതായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പം ബോർഡ് മാസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡിഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡിഷൻ സൈൻസ് ഉള്ള ഏതൊക്കെയാണ്? ഇതിന് ആഡ് സൈനാണ്, ഇതിന് ആഡ് സൈനാണ്. നെഗറ്റീവ് സൈൻ ഉള്ളത് ഇതിന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടിയ ആൻസറിൽ നിന്ന് ഇതിനെ കുറയ്ക്കുന്നു. ഓക്കെ. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. 1668 പ്ലസ് 8756. ഓക്കെ. ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. 8 6 14, 6 5 11 12, 12 11 14, 8 9 10. ഓക്കെ. അപ്പോൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ആഡ് ചെയ്തതിൽ നിന്ന് ഇതിനെ കുറയ്ക്കണം.
അപ്പം 2817 കുറയ്ക്കുന്നു. 2817 കുറയ്ക്കുമ്പം എന്താ 4 നിന്ന് 7 പോകത്തില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കടമെടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 ആവുന്നു, ഇവിടെ എന്താവുന്നു 14 ആവുന്നു. 14 നിന്ന് 7 പോയാൽ 7, 1 നിന്ന് 1 പോയാൽ 0, 4 നിന്ന് 8 പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് കടമെടുക്കുന്നു. ഇവിടുന്ന് കടമെടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് പോകുന്നു. ഇപ്പുറത്ത് പോകുമ്പോൾ എന്താ, ഇവിടെ 0 ആയി, ഇവിടെ 10 ആയി. അപ്പോൾ 10ൽ നിന്ന് 1 കടമെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 9 ആവുന്നു, ഇവിടെ എന്താകുന്നു 14 ആവുന്നു. അപ്പോൾ 8ൽ നിന്ന് 14ൽ നിന്ന് 8 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 6. ഓക്കെ. അപ്പം ഇനി 9ൽ നിന്ന് 2 പോയാൽ എന്താണ്, 7. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻസ് നോക്കുക. 7637 ഉണ്ട്, 6637 ഉണ്ട്, 6747 ഉണ്ട്, 7607. ഇതാണ്ടേ നമ്മുടെ ആൻസർ ഇതാ കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. മൈക്ക് യൂസ് ചെയ്യുമ്പം നോയ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് മൈക്കിന് പകരം എൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാണ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ ഉടനെ തന്നെ ഒരു മൈക്ക് വാങ്ങുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2005 സബ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടോട്ടൽ ഓഫ് 7.9, 8.09 ആൻഡ് 3.01 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം, ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ പോയിന്റിനെ ആഡ് ചെയ്യുന്നത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർ കുറച്ചുപേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറഞ്ഞു തരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടോട്ടൽ ഓഫ് 7.9, 8.09 ആൻഡ് 3.1. ഇതിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യാൻ നമ്മൾ ഡെസിമൽസിനെ ആഡ് ചെയ്യുമ്പം എപ്പോഴും പോയിൻറ്റ്സ് എല്ലാം നേർക്ക് നേരെ അങ്ങ് എഴുതണം. ഓക്കെ. അപ്പം പോയിൻറ്റ്സ് എല്ലാം നേർക്ക് നേരെ എഴുതുമ്പം 7.9, അപ്പുറത്തും ഇപ്പുറത്തും എത്ര സംഖ്യകൾ വേണമെങ്കിലും ആകാം, 2 ആവാം, 3 ആവാം, അതൊന്നും നോ മാറ്റർ. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെസിമൽ പോയിന്റിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം 8.09, 3.01 ഇതൊക്കെ സിമ്പിൾ അക്കങ്ങളായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 1, 2, 3 ഒക്കെ അക്കങ്ങൾ മാറി ഇട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സോ നമ്മൾ ഇതൊന്ന് ജനറൽ ബേസിക് എന്നുള്ള രീതിക്ക് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പം നോക്കാം ഇതെങ്ങനെ ആഡ് ചെയ്യുന്ന എന്ന് വെച്ചാൽ, ഈ ഇല്ലാത്ത സംഭവങ്ങൾക്കിടയ്ക്കെല്ലാം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം, 0 ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 118 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയും 0 ഒക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ ഓർഡർ തെറ്റാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ചെയ്യണം. 9 + 1 10, 9 + 1 10. എന്തുണ്ട്, 8 + 7 + 3 + 1 എത്ര വരും, 19 എന്ന് ആൻസർ വരും. 19.00 എന്ന് പറയുന്നത് എത്രയാണ്, 19 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി 19 ആണ് നമ്മുടെ ആൻസർ. അപ്പം സബ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സാമിന് 2005 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ KSFE 2013 KSFE ജൂനിയർ അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 20.01 + 0.002 + 100.20 ചെയ്യാനറിയാലോ. ഡെസിമൽ പോയിന്റ് കറക്റ്റ് ഓർഡറിൽ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്പേഴ്സ് ഒന്നും നോക്കണ്ട, കറക്റ്റ് ഡെസിമൽ പോയിന്റ് ഓർഡറിൽ എഴുതുക. ഓക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ള ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഇതൊന്ന് പോസാക്കി വെച്ചിട്ട് കറക്റ്റ് 3 ആൻസർ കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പറഞ്ഞുതരാം. 20.01 + 0.002 + 100.20 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഇപ്പം തെറ്റിപ്പോവും എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0യും ഇവിടെ 0യും ആഡ് ചെയ്യാം, ഇവിടെ 0യും ഇവിടെ 0യും ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയൊന്നുമില്ല. അപ്പം ഇവിടെ എന്താണ് 2 1 2.021. അപ്പോൾ ആൻസർ, നമ്മുടെ ആൻസർ എന്ത് വരും, 120.212 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 148.62 + 5.891 + 36.4 + 213.06. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ NCA 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, അതേപോലെ തന്നെ
പോയിൻറ്റ്സ് ഒരേ ഓർഡറിൽ ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നമ്പേഴ്സ് ആ ഓർഡറിൽ കറക്റ്റായിട്ട് ചെയ്യുക, ബാലൻസ് ഉള്ളതിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 403.971 എന്ന് വരും. 403.971 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫീമെയിൽ വാർഡൻ, 2010 ഫീമെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നോക്കുക, ഇവിടെ എന്തുണ്ട്? മൈനസും ഉണ്ട്. ഇവിടെയൊക്കെ പ്ലസ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ, ഇവിടെ മൈനസും വരുന്നുണ്ട്, പ്ലസ്സും വരുന്നുണ്ട്. അതുമല്ല, അതാണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആൻസർ എന്തുവാണെന്നല്ല, പകരം ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട് മൈനസ് എന്താണ് 1.334. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ഇപ്പുറത്തെ സൈൻ വന്നിരിക്കുന്നത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പം, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പം ഇതിനെ എടുത്ത് എന്ത് ചെയ്യുക? ഇപ്പുറത്തോട്ടിട്ടിട്ട് അത് എന്താവും? അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ആഡ് ചെയ്യേണ്ടതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ ഇത് ആഡ് ചെയ്യണം. ഇതേ പ്ലസ്, ഇതിൻ്റെ സൈൻ നെഗറ്റീവാണ്, അവിടെ ഇട്ടേരെ. ഇതിൻ്റെ സൈൻ പോസിറ്റീവാണ്. അപ്പം 7.4362 പ്ലസ് 3.3264, ഇതിൻ്റെ സൈൻ നെഗറ്റീവാണ്, വിട്ടേരെ. പക്ഷേ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പം ഇത് 3 എണ്ണവും തമ്മിൽ ആദ്യമേ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നെഗറ്റീവ് സൈൻ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് അതൊന്നും നോക്കാൻ പോകണ്ട. ഈ സൈനും ഈ ഒരു നമ്പറും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ആ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോഴും നമുക്കൊരു ആൻസർ കിട്ടിയല്ലോ. അപ്പം ഇത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസറെ മൈനസ് എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ മൈനസ് എന്ത് ചെയ്യുക? A മൈനസ് B ചെയ്യുക. ഇത് ചെയ്ത് കിട്ടിയ ആൻസർ ഇപ്പം A ആണെന്നിരിക്കട്ടെ, ഇത് ചെയ്ത് കിട്ടിയ ആൻസർ B ആണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും എന്ന് ചോദിച്ചാൽ 5.7391. 5.7391 ഇതാണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചെക്ക് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ 0.25 പ്ലസ് 0.036 പ്ലസ് 0.0075. ആദ്യമേ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം റെഫർ ചെയ്യുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, 2015 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.2935 ആണ്. 0.2935 ആയിരിക്കും ആൻസർ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഇത് അല്ലേ. അപ്പം ഇതെന്ന് ചോദിച്ചിരിക്കുന്നത് ഫോറസ്റ്റർ, 2005 ഫോറസ്റ്റർ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 12.2112 ആണ്. 12.2112. ഓക്കെ, 12.2112 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, 8ാമത്തെ ക്വസ്റ്റ്യൻ. 1,00,000 നിന്ന് 9,899 കുറച്ചാൽ എത്ര കിട്ടും? ഇത് ചോദിച്ചിട്ടിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ജൂനിയർ 2 കോർപ്പറേഷനിൽ 2013 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യും? 1,00,000 നിന്ന് 9,899 കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ കുറച്ച് ഷോർട്ടാക്കി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് എന്തെന്ന് എടുക്കുന്നു? 10,000 എന്ന് എടുക്കുന്നു. 9,899 ഞാൻ 10,000 എന്ന് എടുത്തു. പക്ഷേ ഇതിൽ നിന്ന് 10,000 ആകാൻ എത്ര വേണം എനിക്ക്? എത്രയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലേ എനിക്ക് 10,000 വരത്തുള്ളൂ. 899 അല്ലേ. അപ്പോൾ 900 ആവാൻ 1 വേണം. അതിൻ്റെ കൂടെ 900 അടുത്ത 100 ആവാൻ 10,000 ആവാൻ എത്ര വേണം? 100 കൂടെ വേണം. അപ്പം എനിക്ക് ടോട്ടൽ ഇതിൻ്റെ കൂടെ 101 ആഡ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? 10,000 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ അവിടെ അത് അതേപോലെ ഇട്ടിരിക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണ്? 1,00,000 നിന്ന് 10,000 കുറയ്ക്കുന്നു. 1,00,000 നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണ്. 90,000 ആയിരിക്കും. 90,000 കിട്ടും അല്ലേ. 90,000 കിട്ടും. 90,000 കൂടെ എന്ത് ചെയ്യണം? എനിക്ക് ഇതും കൂടെ ആഡ് ചെയ്യണം അല്ലേ. 101 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും? 90,101 ആയിരിക്കും ആൻസർ. പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ,
ഇനി നമുക്ക് 9 ടൈപ്പോളം നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ ടൈപ്പിൽ വരുന്ന ഡെസിമലും സാധാ അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ആഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ വരുന്നത് ഓരോ എക്സാംസിനും ചോദിച്ചതുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് 2-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു മെത്തേഡിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മുടെ ഷെഡ്യൂളിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ. 864 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആസ്. ചോദിക്കുക, എഴുതിയെടുക്കുക. 864 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആസ്. അതായത് പ്രൈമുകളുടെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എങ്ങനെ 864 റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 2 × 2 × 2 × 2 × 2 × 2 അങ്ങനെ വരും. 2 × 2 × 2 × 2 × 2 × 3 അങ്ങനെ 2 × 2 × 2 3 × 3 × 3 അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സാധാ ചെയ്യുന്നത് അറിയാം അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2015 അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എക്സാംസിന് KSRTCയുടെ അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. എന്താണ് 864 അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പം 864 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 432 കിട്ടും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് നമ്പർ 2 ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം 216 കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 108. 108നെ വീണ്ടും നമുക്ക് 8 ആയതുകൊണ്ട് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 54. 54നെ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27 കിട്ടും. 27നെ നമുക്ക് വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പകരം 3 വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ? പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിനകത്ത് വരുന്നതാണ് 2ഉം 3ഉം ഒക്കെ. അപ്പോൾ പ്രൈം നമ്പർ 3 എടുത്ത് 2 കഴിഞ്ഞാൽ അടുത്ത 3 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 3 വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 9 അല്ലേ? 3 × 9 ആണ് 27. അപ്പം 9നെ വീണ്ടും 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ കണ്ടുപിടിക്കാനുള്ള സംഭവം. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? എന്ത് വരും? 2 × 2 × 2 × 2 × 2 × 3 × 3 × 3 ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 666 ഇത് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ വാർഡൻ, 2010 ഫീമെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 666 × 732. ഓക്കെ, 666 × 732. ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിനെ ഓരോന്നിനെയും 666 × 732 ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് എത്ര ചെറുതാക്കി ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഇട്ടേക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 732 രണ്ടാമത്തെ നമ്പർ ഉണ്ടല്ലോ, രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാക്കി മാറ്റണം. അതെങ്ങനെ മാറ്റാം? സെയിം ആ വാല്യൂ തന്നെ കിട്ടണം. ഇൻറ്റു 732നെ നമുക്ക് എങ്ങനെ എഴുതാം? 700 + 30 + 2 ഇതും കൂടെ കൂട്ടുമ്പോഴല്ലേ 732. ഇത് ഈക്വൽ അല്ലേ? 700 + 30 + 2 തന്നെയാണ് 732. അപ്പോൾ നമുക്ക് ഇതിന് നേരെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമ്മളെ ബോഡ്മാസ് റൂൾ അനുസരിച്ച് നമുക്ക് ആദ്യമേ എന്താ ചെയ്യേണ്ടത്? ബോഡ്മാസ് റൂൾ അനുസരിച്ച് ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് അതിനെ നേരെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. 666 × 700 നോക്കാം. 700 എന്ന് പറയുമ്പോൾ നമുക്ക് 2 0 എടുക്കണ്ട, 2 0 വിട്ടേരെ. × 7 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടുന്നത് 4662. പിന്നെ നമ്മൾ 2 0യും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതായിരിക്കും നമ്മൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. പ്ലസ് എന്ത് ചെയ്യുക? 666 666 × 30 ചെയ്യുക. 30ൽ 0 ചെയ്യേണ്ട, 3 ചെയ്യുക. 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1998 കിട്ടും. അതിൻ്റെ കൂടെ ഈ 0യും കൂടെ ഇട്ട് കൊടുക്കുക. കൂടെ എന്ത് ചെയ്യുക? ഇതേ × 2 ചെയ്യുക. 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും?
1332 കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4,87,512 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ഇതിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. 732 അവിടെ ഇട്ടിട്ട് 600 + 60 + 6 എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 1736 × 13. 1736 × 13 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതിന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് അങ്ങ് 13 അല്ലേ, 13 വെച്ച് അങ്ങ് ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് 1736 × 13 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 22,568 എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക, കറക്റ്റ് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 400. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളത് മെയിൽ വാർഡൻ, 2005 മെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 441 × 21 = 25 × ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത്, ഇതും 2005 മെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 441 × 21 = 25 × അപ്പോൾ നമുക്ക് ഈ ഡാഷ് ആണ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നേരെ 441 × 21 എന്ത് ചെയ്യുക? 25 ചെയ്യുക. 25 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക, പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടുന്ന ഇതായിരിക്കും 370.44. ഓക്കെ, 370.44 ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 25 × 25 × 25. ഇത് ട്രയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, 2005 ട്രയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 25 × 25 × 25. 25 × 25 × 25. അപ്പോൾ ഒത്തിരി സമയം കളയാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 25 × 25 നമുക്കറിയാമായിരിക്കും അല്ലേ, 625 ആണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് × 25, ഇതിനെ 25 കൂടെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 15625 ആണ്. 15625 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 18 × 12 = 1944. ഇതും 2005 മെയിൽ വാർഡന് ചോദിച്ചിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ ചെയ്യേണ്ടത്? 18 × 12 = 1944 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡാഷിന് പകരം അവിടെ എക്സ് കൊടുക്കുക. അപ്പോൾ 18 × 12 × x = എന്ത് വരും? 1944 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. 1944 / 18 × 12 ചെയ്യുക. ആൻസർ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 9 എന്നായിരിക്കും ആൻസർ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ നിന്ന വീഡിയോ എന്ന് പറയുന്നത് ലെങ്ത് വളരെ കൂടിപ്പോകും. സോ അതുകൊണ്ടാണ് മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റെപ്പെല്ലാം കട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 45 × 12 45 × 12 plus 45 × 12 plus dash is equal to എന്താണ്? 1000. ഇതും മെയിൽ വാർഡൻ, 2005 മെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാലും അതുപോലെ തന്നെയാണ്. എന്താണ്? ഇവിടെ നമ്മൾ എക്സ് ഇട്ട് കൊടുക്കുക. ആദ്യമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 540 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1000 നിന്ന് ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? മൈനസ് ആണ് അല്ലേ.
1000 മൈനസ് 540. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 460 ആയിരിക്കും. ഓക്കെ, 460 ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് 0.14 ഇൻറ്റു 0.14 ഇൻറ്റു 0.014. 0.14 ഇൻറ്റു 0.014 എന്ന് പറയുമ്പോൾ ഇത് ഫയർമാൻ, ട്രെയിനി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ടൈം കീപ്പർ പ്രിൻറ്റിങ് 2009 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2009 തന്നെ 2 എണ്ണത്തിലാണ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതൊന്നുമില്ല, 14 ഇൻറ്റു 40. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 14 ഇൻറ്റു 40 നമുക്ക് കിട്ടുന്നത് എന്താണ്? 196 ആണ് അല്ലേ? 196. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3. 3 എണ്ണം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. ഇവിടെ എന്താണ്? 1, 2. 2 എണ്ണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 3ഉം 2ഉം 5. 1, 2, 3, 4, 5. 5 എണ്ണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡെസിമൽ പോയിന്റ്. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 0.00196 ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് 3.15 ഇൻറ്റു 0.15. 3.15 ഇവിടെയും 0.15ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു നമ്പർ വരുവാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാം? 315 ബൈ ഈ പോയിന്റിനെ അങ്ങ് മാറ്റുക. പോയിന്റിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ, ഇവിടെ 2 0യുടെ പ്ലേസ് അല്ലേ വരുന്നത്. അപ്പോൾ 2 0 വരുന്ന നമ്പർ ഏതാണ്? 100 ആണ് അല്ലേ? അപ്പോൾ 315 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എന്ത് ചെയ്യുക? 15. ഇവിടുത്തെ നമ്പർ എത്രയാണ്? 15 ആണ്. 15 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? 100 ചെയ്യുന്നു. 2 ഡെസിമൽ പോയിന്റ് ആയതുകൊണ്ട് 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 100 താഴെ വരുന്നത് 315 ഇൻറ്റു 15 ഡയറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.4725 ആയിരിക്കും. ഡെസിമൽ പോയിന്റ് കൊടുക്കുന്ന എപ്പോഴായിരിക്കും? ആ കിട്ടുന്ന ആൻസറിൻ്റെ 2 പോയിന്റ് അല്ലേ? 2 പോയിന്റ് ആയതുകൊണ്ടാണ് ഇവിടെ 4 പോയിന്റ്. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം കഴിഞ്ഞിട്ട് പോയിന്റ് വരുന്നതുകൊണ്ട് 4 പോയിന്റ് കഴിഞ്ഞിട്ടായിരിക്കും 4 നമ്പർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പോയിന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലറിക്കൽ അറ്റൻഡറിന് 2005 ക്ലറിക്കൽ അറ്റൻഡറിന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. 9.6 ഇൻറ്റു 9.6 ഇൻറ്റു 3.5 മൈനസ് 2.4. ഓക്കെ, ഇത് ക്ലറിക്കൽ അറ്റൻഡർ അല്ലേ? 2005 ക്ലറിക്കൽ അറ്റൻഡറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡെസിമൽ പോയിന്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 96 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ രണ്ടിനും എന്താണ്? 100 അല്ലേ? കോമൺ ഫ്രാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 100 കൊടുക്കുന്നു. മൈനസ് 24. 2.4നെ നമുക്ക് 24 ആക്കിയിട്ട് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്? ഒരു 0 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നു. 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? 336 മൈനസ് 10. ഡെസിമൽ പോയിന്റ് മാറ്റി, നമ്മൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് നമുക്ക് 100 എന്ന് പറഞ്ഞാൽ 10 കിട്ടി. 10 മൈനസ് 24 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതിനെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 312 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ 31.2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ 18th ക്വസ്റ്റ്യൻ. ഇത് ടൈപ്പ് 2-ൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്. 5 ഇൻറ്റു 0.5 ഇൻറ്റു 0.05 ഇൻറ്റു 0.005. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2009 SI പോലീസ് SI ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.000625 ആണ്. ഓക്കെ, 0.000625. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 0.1 ഇൻറ്റു 0.1. ഇത് 2004 എക്സൈസ് ഗാർഡിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 0.001 ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 6 ഇൻറ്റു 0.6 ഇൻറ്റു 0.006.
ഇത് എന്ന് പറയുന്നത് KSRTC ക്ലർക്കിനും KSRTC കണ്ടക്ടറിനും 2010 ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 0.0216 ആണ്. 0.0216 ആണ്. ചെയ്തു നോക്കുക ആദ്യമേ. അതിനുശേഷം ദ വാല്യൂ ഓഫ് 7.4 ഇൻറ്റു 6.6. ഓക്കെ, ഫീമെയിൽ വാർഡൻ 2008 ഫീമെയിൽ വാർഡന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ 48.84 ആണ്. 48.84. ഇനി നമുക്ക് ഈ ടൈപ്പിൽ തന്നെ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് തരുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പ് കംപ്ലീറ്റ് ആവും. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് .01 the whole square into 0.4 the whole square. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 0.01 the whole square. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.0001 ഇൻറ്റു 0.16 ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 0.00016 എന്ന ആൻസർ വരും. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് 2017 ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. 7.3 ഇൻറ്റു 7.3 മൈനസ് 2 ഇൻറ്റു 7.3 ഇൻറ്റു 4.8 പ്ലസ് 4.8 into 4.8. Question once more. 7.3 into 7.3 minus 2 into 7.3 into 4.8 plus 4.8 into 4.8. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 24. ആൻസർ എന്ന് പറയുന്നത് 6.25 ആയിരിക്കും. ഇത് ചെയ്യേണ്ട ഹിൻ്റ് എന്ന് പറയുന്നത് a minus b the whole square എന്ന് പറയുന്നത് is equal to a square minus 2ab plus b square എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നത് 6.25 ആയിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ്. ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, 2-3 പാർട്ടുകളായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അതാകുമ്പോൾ നിങ്ങൾക്കും കൂടെ ചെയ്യാൻ ഒരു കൺവീനിയൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം കൂടെ ഇട്ട് അങ്ങ് ഷഫിളായി പോകത്തില്ല. നിങ്ങൾ 3 ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യാം അല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത 3 ടൈപ്പും അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ, എന്നാലേ മാക്സിമം നമുക്ക് ഈ മാത്സ് ആയതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാൻ പറ്റത്തില്ല അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ചെയ്യാം. താങ്ക് യു.